ശ്രീ പി വി തോമസ് ഒരുപക്ഷെ അത്തരത്തിലാണ് ശശികലയ്ക്ക് ഒരുപക്ഷെ ജയലളിതയുടെ ഒരു അനന്തരാവകാശിത്വം ആർക്കെങ്കിലും അവകാശപ്പെടാനുണ്ടെങ്കിൽ അതൊരു പക്ഷേ ശശികലയ്ക്കാണ്. ആ ശശികലയെ കൃത്യമായി ബി ജെ പിയെ പോലൊരു വലിയ ദേശീയ പ്രസ്ഥാനം ദേശീയ രാഷ്ട്രീയത്തിന് ഹൈജാക്ക് ചെയ്യാനായാൽ വളരെ വിദഗ്ധമായി ശശികലയെ കൊണ്ടുപോകാനാകും. ഒരുപക്ഷെ ശ്രീ ജോൺ ബ്രിട്ടാസ് സൂചിപ്പിച്ചതുപോലെ ഒരു നിമിഷം മതി അത്തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റത്തിന്. ശശികല എന്ന തോഴി ഒരുപക്ഷെ ആ ഒരു പൊളിറ്റിക്കൽ പവർ പോയിന്റായി തന്നെ ഈ വൈകാരികമായ നിമിഷങ്ങൾക്ക് അപ്പുറത്തേക്കും തുടരാം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും ഇന്ത്യയിൽ പല ഘട്ടങ്ങളിലും നാം കണ്ടിട്ടുമുണ്ട്. അതൊക്കെ എങ്ങനെയാണ് നിരീക്ഷിക്കപ്പെടാനാകുന്നത് ഈ ഘട്ടത്തിൽ? അതെ, ഞാൻ ബ്രിട്ടാസ് പറഞ്ഞോട് യോജിക്കുകയാണ്. കാരണം ADMK എന്ന പാർട്ടിക്ക് നിലനിൽക്കണമെങ്കിൽ ഒരു നേതാവ് ആവശ്യമാണ്. ആ നേതാവ് തീർച്ചയായിട്ടും ജനങ്ങൾ അണിയിൽ ഇപ്പോൾ കാണുന്നത് ജയലളിതയുടെ സ്ഥാനത്ത് തന്നെയായിരിക്കും ശശികലയെ കാണുക. അപ്പോൾ ആ പാർട്ടിയെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടു പോകണമെങ്കിൽ ഒരു നേതാവ് ആവശ്യമാണ്. ആ നേതാവ് ജയലളിതയാകാനാണ് ശശികല ആകാനാണ് സാധ്യത. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു നേതാവായിട്ട് ശശികല രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ കരീഷ്മയുടെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശശികലയ്ക്ക് തീർച്ചയായിട്ടും ജയലളിതയായിട്ട് വളരെയധികം MGR ജയലളിതയോട് ഉണ്ടായിരുന്ന പോലെ തന്നെ ഇവർക്ക് ശശികലയ്ക്കും ജയലളിതയ്ക്കും തമ്മിൽ അത്ര അടുത്ത സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥാനം എടുത്തെടുത്തുകൊണ്ട് പാർട്ടിക്ക് ഒരു ഹിസ്റ്റോറിക്കൽ ആവശ്യമാണ്, അനിവാര്യമാണ് ഒരു നേതാവ് വേണമെന്നുള്ളത്. ആ നേതാവ് ഒരു പക്ഷേ ശശികലനെ ആയിക്കഴിഞ്ഞിരിക്കുന്നു നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കും. ഇന്നലത്തെ സംഭവത്തോടു കൂടി തന്നെ ജനങ്ങൾക്ക് അണികൾക്കോ യാതൊരു വിരോധമുള്ളതായിട്ടും തോന്നുന്നില്ല. കാരണം എല്ലാ കർമ്മങ്ങളും നടത്തിയതും എല്ലാ കാര്യങ്ങളും നെടുനായകത്വം വഹിച്ചും എല്ലാം ശശികല തന്നെയായിരുന്നു. അപ്പോൾ ആ ശശികലയെ ആവശ്യമാണ്. പക്ഷെ ശശികലയെ ഹൈജാക്ക് ചെയ്യുവാൻ BJPക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. കാരണം ശശികലയ്ക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അത്രമാത്രം പൊളിറ്റിക്കൽ അക്യൂമെന്റ് ഉണ്ട്. ഈ രാഷ്ട്രീയം കളിക്കാൻ ഇത്രം അറിയാം എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കുറെയൊക്കെ ജയലളിതയിൽ നിന്നും പഠിച്ചു കാണുമല്ലോ. അപ്പോൾ അതനുസരിച്ചായിരിക്കും തീർച്ചയായിട്ടും ശശികല BJPയെ ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ BJPയും ഹാൻഡിൽ ചെയ്യുന്നത് അങ്ങനെ തന്നെയായിരിക്കും. BJPക്ക് ഏതായാലും അടുത്ത വർഷത്തെ രാഷ്ട്രപതി ഇലക്ഷൻ വരെ തീർച്ചയായിട്ടും ഇത്ര വോട്ടുകളുടെ ആവശ്യമുണ്ട്. അസംബ്ലിയിലെയും അതേപോലെ തന്നെ MP മാരുടെ വോട്ടുകളുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇവർ കൂടെ കൊണ്ടുപോവുക തന്നെ ചെയ്യും. അത് എത്രമാത്രം പീഡിപ്പിക്കാമോ അത്രമാത്രം പീഡിപ്പിക്കുകയും ചെയ്യും. അതിന് അത്രമാത്രം അവസരം പ്രയോഗിക്കാൻ ശശികലയ്ക്കും ADMKയ്ക്കും സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ കണ്ടറിയേണ്ടത്. ഏതായാലും ഇവരുടെ ബന്ധം ദൃഢമാകുകയുള്ളൂ, നേരത്തേക്കാൾ ദൃഢമാകുകയുള്ളൂ. ജയലളിതയ്ക്കൊരു പൊളിറ്റിക്കൽ ബില്ലുണ്ടായിരുന്നു. അതനുസരിച്ച് ഒരു കംഫർട്ടബിൾ ഡിസ്റ്റൻസിൽ മാത്രമേ BJP നിർത്തിയിരുന്നു എപ്പോഴും, അല്ലാതെ അടുക്കാൻ വന്നിട്ട് സമ്മതിച്ചിട്ടില്ല. അതുപോലെ സാധിക്കുമോ അത് ജയലളിതയ്ക്കോ അല്ലെങ്കിൽ പനീർശെൽവത്തിനോ ഒക്കെ സാധിക്കുമോ എന്നുള്ള കാര്യമാണ് നമുക്കറിയേണ്ടത്. തമ്പിതിരെ ഏതായാലും BJP കയ്യിലെടുത്തു കഴിഞ്ഞിരിക്കുന്നു, അവർക്കറിയാം. അതിവിടെയാണ് അദ്ദേഹത്തിന്റെ ആസ്ഥാനം ഇവിടെ തന്നെയാണ്. ഇനി ബാക്കി രണ്ടുപേരുടെ കാര്യമാണ് അറിയേണ്ടത്. ശശികലയെ വ്യക്തമായി BJP ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ശശികലയെ ഹൈജാക്ക് ചെയ്യുന്നല്ല ഞാൻ പറഞ്ഞത്, തമ്പിതിരയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. തമ്പിതിരെ ശരിക്കും നല്ലൊരു സമന്വയം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശശികല അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ അത്ര ഈസി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഹൈജാക്ക് ചെയ്യാനോ ഒന്നുമില്ല. ഇതിലൊരു മ്യൂച്വൽ രണ്ടുപേരുടെ ആവശ്യമാണ് സഹകരിക്കുക എന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ അവർ അങ്ങനെ പോവുകയുള്ളൂ. അതാണ് തീർച്ചയായും. ശ്രീ പി വി തോമസ് ദയവായി തുടരൂ. ശ്രീ ഉണ്ണിച്ചെറിയാൻ, വേറൊരു വലിയ സാധ്യത കൂടി ഇവിടെയുണ്ട്. അതായത് കരുണാനിധി വളരെ ആരോഗ്യമായി വളരെ ദുർബലനാണ്. ഒരു പക്ഷേ ADMK പോലെയല്ല, കാരണം അവിടെ സ്റ്റാലിനുണ്ട്, അല്ലെങ്കിൽ അഴഗിരി വേറൊരു തരത്തിൽ ഉണ്ട്. അത്തരത്തിൽ നിരകൾ ഉണ്ട് എങ്കിൽ പോലും കരുണാനിധി എന്ന സാക്ഷാൽ കരുണാനിധി, ഒരുപക്ഷെ തമിഴ് രാഷ്ട്രീയത്തിൽ കരുണാനിധി എന്നത് പറയുന്നത് കരുണാനിധിക്ക് മുമ്പ്, കരുണാനിധിക്ക് ശേഷം, അല്ലെങ്കിൽ കരുണാനിധി ആൻറ്റി കരുണാനിധി, ഈ രീതിയിലാണ് ഒരുപക്ഷെ വിലയിരുത്തപ്പെടാനാകുന്നത് എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കരുണാനിധി ആരോഗ്യപരമായി വളരെ ദുർബലനാണ്. ഈ സംഭവ വികാസങ്ങളൊക്കെ ഒരുപക്ഷെ വലിയ സാധ്യത, നേരത്തെ ശ്രീ ബ്രിട്ടാസും പി വി തോമസും ഒക്കെ സൂചിപ്പിച്ചത് നിരീക്ഷിച്ചു, വലിയ സാധ്യതയ്ക്കുള്ള ചുവപ്പ് പരവതാനി ദില്ലിയിൽ നിന്ന് അങ്ങനെ വീഴാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. അല്ല, ഈ ജയലളിതയുടെ ഒരു വിയോഗം ADMKയ്ക്ക് ഉണ്ടാക്കുന്ന നഷ്ടം പോലെ കരുണാനിധിയുടെ ഒരു അസാന്നിധ്യം DMKയ്ക്ക് അത്രയും പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയില്ല. ഒന്ന്, ഇപ്പോൾ തന്നെ അവർക്ക് രണ്ടാം നിരയിൽ ഒരു വ്യക്തമായിട്ടൊരു നേതാവുണ്ട്, സ്റ്റാലിനുണ്ട്. അതുപോലെ തന്നെ കുറെ കൂടി ADMKയേക്കാൾ സംഘടനാപരമായിട്ട് ശക്തരാണ് DMK. ഈ ആശയപരമായ ഒരു അടിത്തറയിൽ ഉണ്ടായ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഏകദേശമൊക്കെ ഇപ്പോഴും ആ ആശയത്തിൽ കുറച്ചൊക്കെ മുറുകെ പിടിച്ച് നിൽക്കുന്നതും DMK ആണ്. ADMK പൂർണ്ണമായിട്ട് MGRന്റെ കാലത്ത് തന്നെ ആശയങ്ങളിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാണ്. അത് ശരിക്കും ഒരാൾക്കൂട്ടമായിട്ട് അല്ലെങ്കിൽ ഒരു വികാരമായിട്ട് മാത്രം നിലനിൽക്കുന്നതാണ്. നിലവിൽ ആ വികാരം ജയലളിത എന്ന വികാരമായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ജയലളിത ഇല്ലാത്തൊരവസ്ഥയിൽ ആ വികാരം അതുപോലെ നിലനിർത്തിക്കൊണ്ട് പോകുവാൻ ഇപ്പോൾ ശശികല ആയാലോ തമ്പിദുരൈ ആയാലോ പനീർശെൽവം ആയാലോ സാധിക്കാൻ സാധ്യത കുറവാണ്.
ഇവിടെ ഈ BJP ഒരു സാധ്യത, BJP കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്. അമിത്ഷായെ പോലെ വളരെ കൗശലക്കാരനായ ശക്തനായ ഒരു പ്രസിഡന്റ് ആ പാർട്ടിക്കുണ്ട്. അദ്ദേഹം ഓരോ സംസ്ഥാനങ്ങളിലും നടത്തിയ പ്ലാനുകളെ പറ്റിയൊക്കെ നമ്മൾ കണ്ടതും കേട്ടതുമാണ്. അപ്പോൾ തമിഴ്നാട് സ്വാഭാവികമായിട്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റുകളിലൊന്നായിരിക്കുമ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന ഒരു സമ്മർദ്ദത്തെ അല്ലെങ്കിൽ ഒരു പ്രലോഭനത്തെ അതിജീവിക്കാൻ AIADMKക്ക് പറ്റുമോ എന്നുള്ളത് കണ്ടിരുന്നത് കണ്ടാണ്. പിന്നെ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഓൾമോസ്റ്റ് തമിഴ്നാട്ടിൽ അപ്രസക്തമാണ്. അപ്പോൾ ഈ ഒരു അവസരം ഉപയോഗിക്കാൻ കോൺഗ്രസിന് സാധിക്കും. തീർച്ചയായും കോൺഗ്രസിൻ്റെ ആ വിഷയങ്ങളിലേക്കൊക്കെ പോകുന്നതിന് ഒരു അതാണ് ഒരുപക്ഷെ ശ്രീ PV തോമസ് ഇങ്ങനെയാണ് ഈ കോൺഗ്രസിൻ്റെ സാധ്യത എന്തുകൊണ്ട് വിലയിരുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ തമിഴ് ജനതയുമായി വളരെ അടുപ്പമുണ്ടായിരുന്ന രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധി മരിച്ച സ്ഥലം, ആ അർത്ഥത്തിലൊക്കെ വളരെ പ്രാധാന്യം കോൺഗ്രസിനുണ്ടല്ലോ. വീണ്ടും ഒരു പൊടിതട്ടിയെടുക്കൽ കോൺഗ്രസിന് അപ്രാപ്യമാകുന്നത് എവിടെയാണ്? ഇത് കോൺഗ്രസിന് ഇപ്പൊ ആരാണ് നേതാവായിട്ടുള്ളത് തമിഴ്നാട്ടിൽ? ജയന്തി നടരാജൻ ഉണ്ടായിരുന്നു അവസാനം, അതുപോലും പോയി. അങ്ങനെ അവിടെ ഒരു നേതാവെന്ന് പറഞ്ഞില്ല. പിന്നെ പാർട്ടി സ്ട്രക്ചർ എത്രമാത്രം ശക്തമാണെന്ന് എനിക്കറിയില്ല, ഡൽഹിയിൽ നിന്നോട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ആ രീതിയിൽ കോൺഗ്രസ് തികച്ചും ഒരുമാതിരി ഛിന്ന ഭിന്നമായ കോൺഗ്രസ് അതേ രീതിയിൽ വേണ്ട. AIADMKയിൽ ഇപ്പോൾ ഉണ്ടാകാവുന്ന പൊട്ടിത്തെറിയുടെ സാധ്യതകളെ കോൺഗ്രസിന് ഉപയോഗിച്ചുകൂടെ? അത് എങ്ങനെ പിളർത്താനാണോ അതെയോ അവിടുന്ന് ആൾക്കാരെ കൊണ്ടുവരാനാണോ എന്ന് ചോദിച്ചാൽ AIADMKയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോകുന്നവർ എന്ത് വിചാരിച്ച് പോകും? എന്തിനു പോകും? അവർക്ക് എന്ത് ലാഭം അതുകൊണ്ടുണ്ടാവും? അതാണ് അതിന്റെ പ്രശ്നം വരുന്നത്. നമ്മളൊരു പുതിയ സഖ്യം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു പാർട്ടിയിൽ ചേരുമ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകണ്ടേ? ഇത് കോൺഗ്രസ് നിർജ്ജീവമായി ഇരിക്കുന്ന ഒരു പാർട്ടിയിൽ ചേർന്നിട്ട് ആർക്ക് എന്ത് നേടാന്? അത് വലിയ സാധ്യതയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യത്തിലെ സെന്റിമെന്റ്സ് ഒക്കെ ഉണ്ട്. രാജീവ് ഗാന്ധി തിരുവരുമ്പോൾ തമിഴ്നാട്ടിലെ മണ്ണിൽ വെച്ചാണ് മരിച്ചത്, കൊല്ലപ്പെട്ടത് ഉള്ള കാര്യം ശരി തന്നെയാണ്. അങ്ങനെയുള്ളൊരു സെന്റിമെന്റ്സ് ഉണ്ടെങ്കിൽ കോൺഗ്രസ് അവിടെ വളർന്നു വരണ്ടായിരുന്നല്ലോ, വളർന്നിട്ടില്ല അതിനുശേഷം ഒന്നും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഞാൻ കാണുന്നില്ല. പക്ഷെ ഇപ്പൊ ബ്രിട്ടാസ് സൂചിപ്പിച്ച ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഒരു പുതിയ ബിംബം അവതരിക്കുമോ എന്നുള്ളതാണ്. അത് രജനീകാന്ത് ആയിരിക്കുമോ അതോ വേറെ ആരെങ്കിലും ആയിരിക്കുമോ എന്നുള്ളതാണ്. വേറെ അധികം സാധ്യതയില്ല, ആർക്കൊന്നുമില്ല. രജനീകാന്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും തമിഴ്നാട് പൊളിറ്റിക്സ് വളരെയധികം മാറും. പക്ഷെ രജനീകാന്ത് തന്നെ തയ്യാറാകുമോ, രാഷ്ട്രീയത്തിൽ വരുമോ? BJP വളരെ ശ്രമിച്ചതാണ്. BJP വരാതെ ഇനിയിപ്പം AIADMKയിൽ വരുമോ എന്നുള്ളതാണ് അത് നമുക്ക് അറിയേണ്ട കാര്യം. പക്ഷെ അദ്ദേഹം സജീവമായിട്ട് ഇന്നലെ രംഗത്തുണ്ടായിരുന്നു. അദ്ദേഹം ട്രിബ്യൂട്ട് അഞ്ജലി അർപ്പിക്കുന്നില്ല നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് തള്ളിക്കളയാൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ അദ്ദേഹം വരുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ കാര്യമായിട്ടൊന്നും പറയാൻ സാധിക്കില്ല. അതാണ് ശ്രീ PV തോമസ്. ഒരുപക്ഷെ രജനീകാന്ത് വന്നാൽ നമുക്ക് സങ്കല്പിക്കാം, ഒരുപക്ഷെ അതിനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം മുമ്പ് പല ഘട്ടങ്ങളിലും പല സമ്മർദ്ദങ്ങളും രജനീകാന്തിന് മേൽ ഉണ്ടായപ്പോൾ അദ്ദേഹം ഹിമാലയത്തിലേക്ക് ധ്യാനത്തിന് പോവുകയായിരുന്നു ചെയ്തത്. ഒരുപക്ഷെ നേരത്തെ ശ്രീ ജോൺ ബ്രിട്ടാസ് തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു നിമിഷം മതിയല്ലോ പല മാറ്റത്തിനും. അസംഭവ്യമായ ഒന്നുമില്ല ഈ ലോകത്ത്. അങ്ങനെയാണെങ്കിൽ രജനീകാന്ത് എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ BJPയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ഈ സാധ്യതകൾ അടഞ്ഞ് ഒരു തനിയാവർത്തനം, ഒരുപക്ഷെ MGR കരുണാനിധി എന്ന് പറയുന്നത് പോലെ ഒരു തനിയാവർത്തനം ദ്രാവിഡ രാഷ്ട്രീയത്തിൽ അടിസ്ഥാനപ്പെടുത്തി നീങ്ങത്തല്ലേ ഉള്ളൂ തമിഴ്നാട്ടിൽ? അതെ, രജനീകാന്ത് വന്നു കഴിഞ്ഞാൽ, ഹൈപ്പോത്തറ്റിക്കലാണ്, വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും AIADMK പൊളിറ്റീഷ്യൻ തമിഴ്നാട് പൊളിറ്റീഷ്യനെ ഇലക്ട്രിഫൈ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും. അത് കാരണം അദ്ദേഹത്തിന്റെ സിനിമാറ്റിക് കരിഷ്മയുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹം വളരെയധികം പോപ്പുലാരിറ്റി ഉണ്ട് അദ്ദേഹത്തിന്. ആ രീതിയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് സാധിക്കും. അദ്ദേഹം ജയലളിതയ്ക്ക് ഒപ്പം നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആണ്. ഈ കപ്പത്തിന് സൂപ്പർ സ്റ്റാറാണ് ഇപ്പോഴും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ BJPക്ക് അവിടെ കാര്യമായിട്ടുള്ള വലിയ പങ്കുണ്ടായിരിക്കില്ല AIADMKയുടെ രാഷ്ട്രീയത്തിലൊന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ. കാരണം തനിച്ച് തന്നെ എന്തുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരാൻ പാടില്ല. പിന്നെ മറ്റൊരു കാര്യം സാധ്യത നമുക്ക് ആലോചിക്കേണ്ടത്, ഈ എന്തെങ്കിലും ഈ ഇവർ തമ്മിലുള്ള അന്തഃഛിദ്രം കൊണ്ട് സ്പ്ലിറ്റ് ആകാൻ സാധ്യതയുണ്ടെന്നാണ്. 135 MLA-മാരാണുള്ളത് AIADMK. എത്ര പേര് വരണം എന്നാലാണ് മറ്റേ 3-2 ഭൂരിപക്ഷം എല്ലാം കിട്ടണം. അങ്ങനെ കിട്ടിയാൽ അങ്ങനെ സ്പ്ലിറ്റ് ആകാൻ സാധിക്കുമോ, ആരെങ്കിലും ശ്രമിക്കുമോ? അത് BJP ശ്രമിക്കുമോ, അല്ലെങ്കിൽ കോൺഗ്രസ് ശ്രമിക്കുമോ, അല്ലെങ്കിൽ DMK ശ്രമിക്കുമോ എന്നുള്ള കാര്യം നമുക്കത് പഠിക്കേണ്ട ഒരു കാര്യമാണത്. അതിനുള്ള എത്രത്തോളം സാധ്യതയുണ്ട്? തൽക്കാലം സാധ്യത ഞാൻ കാണുന്നില്ല. ശശികലയുടെ കീഴിൽ തന്നെ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് പോകും. ശശികല സെക്രട്ടറി ആയില്ലെങ്കിലും തീർച്ചയായിട്ടും ശശികല അതിനെ കൂട്ടിയിണക്കുന്ന ഒരു കണ്ണിയായിട്ട് തന്നെ നിലനിൽക്കുന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും. ശ്രീ PV തോമസ് ദയവായി തുടരൂ. ജയലളിത അമ്മ ഓർമ്മയാകുമ്പോൾ ഇനി കണ്ണുകൾ തിരിയുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ഉൾപ്പിരിവുകളിലേക്കാണ്. ജയലളിത ഇല്ലാത്ത തമിഴ് രാഷ്ട്രീയത്തെക്കുറിച്ച് ഞങ്ങളുടെ ചീഫ് എഡിറ്റർ ജോൺ ബ്രിട്ടാസ് നടത്തുന്ന വിശകലനത്തിലേക്ക്. ദേശീയ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന സംസ്ഥാനങ്ങളുടെ മുൻനിരയിലാണ് തമിഴ്നാട്. രാഷ്ട്രീയത്തോടൊപ്പം സാമ്പത്തിക സമവാക്യങ്ങൾ കൂടി നോക്കുമ്പോൾ
തമിഴ്നാടിൻ്റെ തിളക്കം ഒന്നുകൂടി വർദ്ധിക്കുന്നു. ജയലളിതയുടെ അഭാവം തമിഴ്നാട് രാഷ്ട്രീയത്തെ ഇളക്കിമറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അണ്ണാ DMKയുടെ ഘടന, ഭാവി എന്നതിനപ്പുറം മറ്റ് രാഷ്ട്രീയ സമവാക്യങ്ങളെ കൂടി മാറ്റിമറിക്കാൻ പോകുന്നതാണ് ഈ അപാര ശൂന്യത. അണ്ണാ DMK ഒരു സുസ്ഥിര ഘടനയുള്ള രാഷ്ട്രീയ പാർട്ടിയല്ല. MGRൻ്റെയും പിന്നീട് ജയലളിതയുടെയും വ്യക്തിപ്രഭാവത്തിൽ കോർത്തിണക്കപ്പെട്ട രാഷ്ട്രീയ മുന്നേറ്റമാണ്. O. പന്നീർസെൽവം മുഖ്യമന്ത്രിയായെങ്കിലും യഥാർത്ഥ അധികാര കേന്ദ്രം ഇനിയും ഉരുത്തിരിയാൻ പോകുന്നതേയുള്ളൂ. ജയയുടെ തോഴി ശശികലയിലേക്കാണ് ഏവരുടെയും കണ്ണ്. അവരുടെ ചലനവും എന്തിനേറെ ശ്വാസനിശ്വാസങ്ങൾ പോലും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇമവെട്ടാതെ നിരീക്ഷിക്കുന്നു. നിയമസഭയിൽ DMKയ്ക്കും അണ്ണാ DMKയ്ക്കും ഇടയിൽ 20ഓളം MLAമാരുടെ വിടവ് മാത്രമേയുള്ളൂ. ഉടനെയല്ലെങ്കിലും ഭാവിയിൽ ഉണ്ടാകാൻ ഇടയുള്ള ചെറിയൊരു പൊട്ടിത്തെറി പോലും ഭരണമാറ്റത്തിന് വഴിവെച്ചേക്കാം. എന്നാൽ കരുണാനിധിയുടെ വഷളായ ആരോഗ്യവും സംഘടനയിലെ പ്രശ്നങ്ങളും പുതിയ അവതാരങ്ങൾ ചക്രവാളത്തിൽ ഉദിക്കുമെന്ന ഭീതിയും DMK രാഷ്ട്രീയത്തിന് മേലും കരുനിഴൽ വീഴ്ത്തുന്നുണ്ട്. പോണ്ടിച്ചേരിയിലെ ഒരു സീറ്റ് ഉൾപ്പെടെ 40 ലോകസഭാ MPമാരെ സംഭാവന ചെയ്യുന്ന തമിഴ്നാടിന് മേൽ ദേശീയ കക്ഷികളായ BJPക്കും കോൺഗ്രസിനും ഒരേപോലെ ഉത്കണ്ഠകളും പ്രതീക്ഷകളുമുണ്ട്. രജനീകാന്തിനെ പോലെയുള്ള താരരാജാവിനെ കിട്ടിയാൽ ഒരു കൈ നോക്കാമെന്ന പഴയ പ്രതീക്ഷയുടെ ചീട്ടുകെട്ട് അമിത്ഷാ പൊടിതട്ടിയെടുത്തേക്കാം. അല്ലെങ്കിൽ ദുർബലമായ അണ്ണാ DMK വരുതിയിൽ കൊണ്ടുവരാനും BJP ശ്രമിക്കും. പണ്ട് MGR മരിച്ച വേളയിൽ തമിഴ്നാട്ടിൽ നഷ്ടപ്പെട്ട പഴയ പ്രതാപം വീണ്ടെടുക്കാൻ കോൺഗ്രസ് പാടുപെട്ടതാണ്. 1989 തിരഞ്ഞെടുപ്പിൽ 13 തവണയാണ് രാജീവ് ഗാന്ധി തമിഴ്നാട് സന്ദർശിച്ചത്. എന്നാൽ ഒറ്റയ്ക്ക് മത്സരിച്ച കോൺഗ്രസിന് കേവലം 26 സീറ്റ് കൊണ്ട് പിന്നോട്ട് പോകേണ്ടി വന്നു. മൺമറഞ്ഞത് ഇതിഹാസ വനിതയാണ്. സർവവും അടക്കിവാണ മഹാമേരു. ശൂന്യതയുടെ ആഴവും പരപ്പുമാണ് തമിഴ്നാടിനെ പ്രവചനങ്ങൾക്കും കണക്കൂട്ടലുകൾക്കും അപ്പുറത്ത് പ്രതിഷ്ഠിക്കുന്നത്. വരും ദിനങ്ങൾ നിർണായകമാകുന്നതും ഇക്കാരണം കൊണ്ട് തന്നെ. ജോൺ ബ്രിട്ടാസ്. തീർച്ചയായും ഈ വിശകലനത്തിൻ്റെ തുടർച്ച എന്ന രീതിയിലേക്ക് തന്നെ പോകുമ്പോൾ സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സന്തോഷ്, ഒരുപക്ഷെ അജിത്ത് ആൻഡ് രജനീകാന്ത് ഈ രണ്ട് താരരാജാക്കന്മാരുടെ അല്ലെങ്കിൽ താരങ്ങളുടെ ഒരു പ്രവേശനത്തിന്റെ സാധ്യതകളെ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? അജിംഷാദ്, ഇന്നൊരു വലിയൊരു മാറ്റം നടന്നിരിക്കുന്നു. ഇന്നലെ സംസ്കാര ചടങ്ങുകളിലൊന്നും അജിത്ത് ഉണ്ടായിരുന്നില്ല. ഇത് ഏറെ ചിലപ്പോൾ AIADMK അംഗങ്ങൾക്കിടയിൽ തന്നെ ചില അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചില രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ അത് മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു 6:30യോടുകൂടി അജിത്ത് ചെന്നൈയിലെത്തി. ബൾഗേറിയയിൽ സിനിമ ഷൂട്ടിങ്ങിലായിരുന്നു. ആ ഷൂട്ടിംഗ് നിർത്തിവെച്ച് ചെന്നൈയിലെത്തി. രാവിലെ തന്നെ മറീന ബീച്ചിലെത്തി. ജയലളിതയുടെ ശവകുടീരത്തിൽ എത്തി ആദരാഞ്ജലി അർപ്പിച്ചു. ഒപ്പം ഭാര്യ ശാലിനിയും ഉണ്ടായിരുന്നു. അതിനുശേഷം അജിത്ത് മടങ്ങിയിട്ടുണ്ട്. ചെന്നൈയിൽ തന്നെയാണ് ഇപ്പോൾ അജിത്ത് തങ്ങുന്നത്. AIADMKയുടെ ജനറൽ കൗൺസിൽ യോഗം ഈ അവസാന വാരം, ഈ മാസം അവസാന വാരത്തോടുകൂടി ചേരാൻ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന വിവരവും ഇപ്പോൾ ലഭ്യമാവുന്നു. ഈ യോഗത്തിൽ വെച്ച് ജനറൽ സെക്രട്ടറി തീരുമാനിക്കുക, അടുത്ത പാർട്ടിയെ നയിക്കേണ്ടത് ആര് എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്ന രീതിയിലാണ് പാർട്ടിയുടെ ഉൾപാർട്ടിയിൽ കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷേ ലഭ്യമാകുന്ന വിവരങ്ങൾ വെച്ച് ശശികലയ്ക്ക് പകരം അല്ലെങ്കിൽ ശശികലയ്ക്ക് അവരെ എതിർക്കുന്ന AIADMKയിലുള്ള ടീം ഇപ്പൊ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ അജിത്തിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സിനിമാ താരത്തെ, രജനീകാന്തിനെ പോലുള്ള സിനിമാ താരത്തെയോ ഉയർത്തിക്കൊണ്ടുവരാൻ സാധ്യത കാണുന്നു. പക്ഷെ BJP നേരത്തെ തന്നെ അമിത്ഷാ അടക്കമുള്ളവർ രജനീകാന്തിനെ പാട്ടിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അജിത്ത് കുറച്ചുകൂടി ജയലളിതയുമായി അടുത്തു നിൽക്കുന്നു, AIADMKയുമായി അടുത്തു നിൽക്കുന്നു. സിനിമ താരങ്ങളിലൂടെ ആ ഒരു വ്യക്തി പ്രഭാവത്തിലൂടെ പാർട്ടിയെ നിർത്താൻ കഴിയുമെന്ന് രണ്ടാമത്തെ കാര്യം. എന്നാൽ അതിന് മുൻനിർത്തി പിൻഗാമിയെ സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം ശശികലയെ എതിർക്കുന്നവർ പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കുന്ന സൂചനകളും പുറത്തു വരുന്നു. അതാണ് ഇപ്പോൾ AIADMKയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ MA മസൂദ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ മസൂദ്, ഈ ശശികലയുടെ സാന്നിധ്യം ഒരുപക്ഷെ ജനറൽ സെക്രട്ടറി തലത്തിലേക്ക് അടുത്ത യോഗത്തിൽ ശശികലയെ ഉയർത്തിക്കൊണ്ടുവരാം. ചില എതിർപ്പുകൾ പക്ഷെ അവിടെ ഉണ്ട് എന്നാണ്. ആ എതിർപ്പുകളെയൊക്കെ എങ്ങനെ അതിജീവിക്കും? ആ എതിർപ്പുകൾ പിളർപ്പിലേക്ക് പോകുമോ? ആ പിളർപ്പിനെ BJP ഉപയോഗിക്കുമോ? അതോ കോൺഗ്രസിന്റെ സാധ്യതയോ? ഈ രീതിയിലൊക്കെ പോകുമ്പോൾ ഒരു AIADMK ഭാഷ്യം അനിവാര്യമാണ്. ഒരു കാര്യമുള്ളത്, ഇപ്പോ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രണ്ടുപേരുടെ പേരുകളാണ് പുറത്തു വരുന്നത്. ഒന്ന് ശശികല, പിന്നൊന്ന് നമ്മുടെ തമ്പിദുരൈ.
തമ്പിത്തുര പാർലമെന്റിലെ ഡെപ്യൂട്ടി സ്പീക്കർ കൂടിയാണ്. അപ്പോ ഈ രണ്ടിൽ ആര് വന്നാലും പാർട്ടിയിൽ ഒരു പിളർപ്പോ മറ്റു രീതിയിലുള്ള ഒരു സംഭവവും ഒരിക്കലും ഉണ്ടാകില്ല. പാർട്ടി അണികളിൽ ഈ രണ്ടുപേർക്ക് സ്വാധീനം ഉണ്ടെങ്കിലും ശശികല വരാൻ ആഗ്രഹിക്കുന്ന താഴേക്കടയിലുള്ള പാർട്ടി പ്രവർത്തകർ ധാരാളമുണ്ട്. തമിഴ്നാട്ടിലും കേരളത്തിലും എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് അത് വരാൻ സാധിക്കും എന്നാണ് തോന്നുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ ഉള്ള ഒരു AIADMK നേതാവ് എന്നുള്ള നിലയിൽ കൂടി ശ്രീ മസൂദ് നമുക്ക് സ്വതന്ത്രമായി കൂടി വീക്ഷിച്ചാൽ ഒരുപക്ഷെ ശശികലയ്ക്ക് എതിരായി എതിർപ്പുണ്ടാകാൻ പാർട്ടിക്കുള്ളിൽ ഏതൊക്കെ കോണുകളാകും ഉണ്ടാവുക? ഒരുപക്ഷെ ഒരു താങ്കളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് താങ്കൾക്ക് നിരീക്ഷിക്കാമല്ലോ. അത് ശശികലയ്ക്ക് എതിരായിട്ട് പറഞ്ഞോളൂ. ശ്രീ മസൂദ് തുടരാം. ഹലോ. തീർച്ചയായും മസൂദ്, ആ അർത്ഥത്തിൽ ഒരുപക്ഷെ ശശികലയ്ക്ക് എതിർപ്പുണ്ട് എന്നുള്ള കാര്യം ഒരുപക്ഷെ താങ്കൾക്ക് തുറന്നു പറയാനാകില്ല എങ്കിൽ പോലും അതുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ അർത്ഥത്തിലുള്ള എതിർപ്പ് പല കോണുകളിൽ നിന്നും ചലിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി ആയിട്ട് ശശികലയെ ഉയർത്തുമ്പോൾ ഒരുപക്ഷെ അണികളുടെ വലിയ പിന്തുണ ശശികലയ്ക്കാകം ഉണ്ടാകുക എന്ന സൂചനയാണ് താങ്കളുടെ വാക്കുകളിൽ നിന്നുണ്ടായത്. ശ്രീ മസൂദ് ടെലിഫോൺ ലൈനിലില്ല എന്ന് തോന്നുന്നു. ശ്രീ ഉണ്ണിച്ചെറിയാൻ, ആ സാധ്യതയെ നമുക്കെങ്ങനെ വിലയിരുത്താം? അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു വന്നതുപോലെ തന്നെ ജയലളിത MGR മരിക്കുന്ന സമയത്ത് ജയലളിതയും ജാനകിരാമനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെ കൃത്യമായി ഉപയോഗിച്ചത് DMK ആണ്. ആ DMKയുടെ സാധ്യത ഒരു പക്ഷേ ഇനിയും തുടരാം. കാരണം DMKയുടെ അടുത്ത നിരയും ശക്തമാണ് എന്നതുകൊണ്ട് ദ്രാവിഡ രാഷ്ട്രീയത്തിന് ആ ഒരു സാധ്യതയെ 50% നിലനിർത്തുമ്പോൾ തന്നെയാണ് AIADMKയിലെ ഈ ശശികലയുടെ വളർച്ചയും അടുത്ത യോഗം ചേർന്നവർ ജനറൽ സെക്രട്ടറിയായി ശശികലയെ എന്തായാലും ഉയർത്തിക്കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ അതൊരു മറ്റൊരു രാഷ്ട്രീയത്തിൻ്റെ തുടക്കമാണ്, മറ്റൊരു യുഗത്തിൻ്റെ തുടക്കമാണ് AIADMK സംബന്ധിച്ച്. അതിലുള്ള എതിർപ്പുകൾ ഒരുപക്ഷെ അണികളുടെ വലിയ പിന്തുണയിൽ ശശികലയ്ക്ക് ആദ്യഘട്ടത്തിൽ മറികടക്കാനായേക്കാം. ആദ്യഘട്ടത്തിൽ മറികടക്കാനുള്ളത് ഈ ഇന്നലെയുള്ള ശവസംസ്കാര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കിട്ടിയ ഒരു പ്രയോറിറ്റിയിൽ തന്നെ അവർ നേടിയിട്ടുണ്ട്. അവർക്ക് തുടക്കത്തിൽ അണികളെ അവരുടെ കൂടെ നിർത്താൻ അവരെ കൊണ്ട് പറ്റും. പക്ഷേ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അതിശക്തനായ അല്ലെങ്കിൽ അതിശക്തയായ ഒരു നേതാവ് ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രാഷ്ട്രീയ പാർട്ടിയിൽ ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് ഭരണമുള്ള പാർട്ടിയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയും ജനറൽ സെക്രട്ടറിയും തമ്മിലുള്ള ബന്ധം ഭാവിയിൽ എന്താകും, അതിനെ മറ്റുള്ളവരെ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതൊക്കെ വളരെ പ്രസക്തമായ കാര്യമാണ്. DMK സംബന്ധിച്ചിടത്തോളം DMK ഇപ്പോൾ പഴയ പോലെ തകർന്നടിഞ്ഞ അവസ്ഥയിലൊന്നുമല്ല, വളരെ ചേർന്ന് നിൽക്കുകയാണ് അവരോട്. 20 സീറ്റിന്റെ വ്യത്യാസമുള്ളൂ, നല്ല ഇതുണ്ട്. പക്ഷെ അവരെല്ലാം ഒന്നിച്ച് നിന്നിട്ടാണ് 20 സീറ്റിന്റെ മാത്രം ഉണ്ടായത്. അല്ല, കോൺഗ്രസ് ഒറ്റയ്ക്കല്ലേ? AIADMKക്ക് തീർച്ചയായിട്ടും ഒറ്റയ്ക്കായിരുന്നു. അധികം പേരുണ്ടായിരുന്നില്ല, കോൺഗ്രസിലുണ്ടായിരുന്നുള്ളൂ. DMKയുടെ കൂടെ ഇടതുകക്ഷികൾ മാറി നിൽക്കുകയാണ് ചെയ്തത്. ഇടതുകക്ഷികൾ DMK ആയിട്ട് സഖ്യം ഉണ്ടാക്കി അവർ വേറെ മൂന്നാമതൊരു ഗ്രൂപ്പായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കോൺഗ്രസ് കാലാകാലങ്ങളായിട്ട് വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചൊരു മാർഗം 77 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് തൊട്ട് സംസ്ഥാന ഭരണം നിങ്ങൾ എടുത്തോളൂ, കേന്ദ്രത്തിലേക്ക് ഞങ്ങൾക്ക് ആവശ്യത്തിന് കൂടുതൽ സീറ്റ് തരണം. അതായത് 30 സീറ്റോളം കോൺഗ്രസ് മത്സരിക്കുമായിരുന്നു, അത് അവർ ജയിക്കും. 9 സീറ്റ് മതി AIADMK. തിരിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തിരിച്ചൊരു കോംപ്രമൈസ്. അന്ന് ആലോചിക്കേണ്ടത് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഒരു കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി ഒഴിവാക്കിയാൽ കോൺഗ്രസിന് ആകെ ഉണ്ടായിരുന്ന ഒരു സഖ്യകക്ഷി AIADMK ആണ്. വേറെ ഒരു സംസ്ഥാനത്ത് തുറക്കാൻ വേണ്ടി സഖ്യം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വളരെ വിലപിടിപ്പുള്ള ഒരു സഖ്യകക്ഷിയായിട്ട് അവരെ കൊണ്ടു നടന്നു. MGRന്റെ കാലം അവസാനിക്കുന്നത് വരെ. അതിനുശേഷം ഒരു ഇലക്ഷനിൽ 91 ഇലക്ഷനിൽ ഒരു ജനലളിത കൂടെ നിൽക്കുകയും ചെയ്തു. പിന്നീടാണ് അത് പിണങ്ങി പിരിഞ്ഞു പോയത്. ഇപ്പോൾ കോൺഗ്രസിന് പറ്റിപ്പോയത്, കോൺഗ്രസ് സ്വയം രക്ഷിക്കാൻ ആരുമില്ല. ഈ തമിഴ്നാട്ടിലെ കോൺഗ്രസ് ഉണ്ടാക്കി മൂപ്പനാരെല്ലാം കൂടെ പോകുന്നതോടുകൂടി ഏകദേശം അത് അവസാനിച്ചു പോയതാണ്. ദുരന്തം ആലോചിച്ച് നോക്കേണ്ടത് സി രാജഗോപാലാചാര്യയുടെയും കാമരാജിന്റെയും നാടാണ് തമിഴ്നാട്. അപ്പോൾ അവിടുത്തെ കോൺഗ്രസിന്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ നെട്ടോട്ടമാണ് തീർച്ചയായിട്ടും. ഇപ്പം അവിടെ കോൺഗ്രസ് ഇപ്പം ശ്രീ PV തോമസ് പറഞ്ഞ പോലെ ഇനി ആരെങ്കിലും കോൺഗ്രസിലേക്ക് പോവുമോ? മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിൽ ആരെങ്കിലും ചെന്ന് കയറാൻ നോക്കുമോ? അപ്പോൾ കോൺഗ്രസിന് ഇതിനകത്ത് പ്രസക്തിയേ ഇല്ല. സ്വാഭാവികമായിട്ടുണ്ടാകുന്നത് ഈ DMK രാഷ്ട്രീയത്തിനോട് കൂടെ നിൽക്കാനായിരിക്കും കോൺഗ്രസ് ഭാവിയിൽ ശ്രമിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. AIADMK പോലും കോൺഗ്രസിനോട് സഖ്യം ഉണ്ടാക്കാൻ താല്പര്യം കാണിക്കാൻ സാധ്യതയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് DMKയുടെ കൂടെ തന്നെ കോൺഗ്രസ് ഭാവിയിലുണ്ടാകും. അതൊരു തരക്കേടില്ലാത്ത അലയൻസാണ്. തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു അലയൻസുമാണത്. അതാണ് ശ്രീ PV തോമസ്. അതായത് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഉള്ള കൗതുകം കൂടിയാണ്.
ഒരുപക്ഷെ ഈ പ്രോഗ്രസീവ് ഫ്രണ്ട്, അതായത് ഈ ഇടതുപക്ഷ കക്ഷികൾ അവിടെ എന്ത് സാധനം 20% വോട്ടൊക്കെ അവർ നേടിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ദൗർബല്യത്തെ അവർക്ക് കൃത്യമായി ഉപയോഗിക്കാനാകുമോ? അതിനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? അത് പ്രോഗ്രസീവ് ഫ്രണ്ടിന്, അതായത് അവർക്ക് ഏതെങ്കിലും ആയിട്ട് ചേർന്ന് നിൽക്കേണ്ടതായിട്ട് വരും. DMK ആയിട്ടോ ADMK ആയിട്ടോ ചേർന്ന് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നിർണായക ശക്തിയായിട്ട് മാറുവാൻ സാധിക്കും, കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. തനിച്ച് ഇന്നലത്തെ കാര്യം ഈ ട്രയാങ്കുലറോ അല്ലെങ്കിൽ 4 ക്വാർട്ടർ കണ്ടസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും വിഭജിച്ചു പോവുള്ളൂ. അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാകില്ല. അതാണ് എന്റെ ഒരു നിഗമനം. അതാണ് ഒരുപക്ഷെ ഒരിക്കൽ കൂടി നമുക്ക് ഈ താരരാഷ്ട്രീയത്തിന്റെ പരിവേഷത്തിലേക്ക് എത്തിയാൽ, ഒരുപക്ഷെ നേരത്തെ ഉണ്ണിച്ചെറിയാൻ സൂചിപ്പിച്ചു, ശ്രീ ബ്രിട്ടാസ് സൂചിപ്പിച്ചു, ഒക്കെ ശരിയാണ്. ശശികലയ്ക്ക് ശ്രീ പി വി തോമസ് താങ്കളിലേക്ക് തന്നെ, അതായത് ഇങ്ങനെ ഒരു തുടർച്ച ഒരുപക്ഷെ തീർച്ചയായും ചർച്ച അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ശ്രീ പി വി തോമസ് ഒരുപക്ഷെ ശശികല എന്ന പവർ പോയിന്റ് രൂപപ്പെടാം, ജനറൽ സെക്രട്ടറിയായി അടുത്ത ദിവസങ്ങളിൽ തെരഞ്ഞെടുത്തേക്കാം. ശശികലയ്ക്ക് തീർച്ചയായും ആ വൈകാരിക തുടർച്ച ജയലളിതയുടേതുണ്ട്. അതുകൊണ്ട് അണികളുടെ പിന്തുണയുണ്ട്, എതിർപ്പുകളെയൊക്കെ അതിജീവിക്കാനാകും. പക്ഷേ അങ്ങനെ ശശികലയ്ക്ക് ഏറെ നാൾ തുടരാനാകുമോ? അവിടെയാണ് BJPയുടെ ഒരു സഹായം ഒരുപക്ഷെ ശശികലയ്ക്ക് ആവശ്യമുണ്ടായി വരിക. അങ്ങനെ ഒരു വലിയ സാധ്യത ഉണ്ട്. രാഷ്ട്രീയമായിട്ട് ശശികലയുടെ പാഠവും ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല, പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ പിന്നെ ശശികലയ്ക്കുള്ള ഒരു പ്രധാന പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്നത്, പനീർശെൽവത്തിൽ നിന്നും വലിയൊരു കോമ്പറ്റീഷൻ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പനീർശെൽവത്തിന് അതുപോലെ മാനിപ്പുലേറ്റീവ് പവറോ സ്കിൽസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വാധീനമോ പാർട്ടിയില്ല. അപ്പോൾ അങ്ങനെ ദുർബലനായ ഒരു എതിരാളിയാണെങ്കിൽ ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുമിച്ച് പോവുകയാണെങ്കിൽ അത് ശശികലയ്ക്ക് കൂടുതൽ സഹായം ചെയ്യും. ഒരുമിച്ച് പോകുവാനാണ് സാധ്യത. പനീർശെൽവത്തിൽ നിന്നും ഒരു എതിർ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ തമ്പിദുരയെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. തമ്പിദുര എത്രമാത്രം വെല്ലുവിളി ഉയർത്തും, അതിന് അദ്ദേഹത്തിന് എത്രമാത്രം സപ്പോർട്ട് BJPയിൽ നിന്ന് കിട്ടും എന്നുള്ള കാര്യങ്ങൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് എന്തൊക്കെ തന്നെയാണെങ്കിൽ ശരി, എനിക്ക് തോന്നുന്നില്ല തമ്പിദുരയ്ക്ക് പോലും ശശികല ഒരു ശക്തിയായിട്ട് വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും വെല്ലുവിളി ഉയർത്തുവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ശശികലയ്ക്ക് പാർട്ടിയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഭരണം പേരിന് പനീർശെൽവം നടത്തുകയും ചെയ്യും. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഞാൻ കാണുന്നത്. BJPയുമായിട്ടുള്ള ബന്ധത്തിൽ സ്റ്റാറ്റസ് കോ ആയിരിക്കും തുടരുക. BJP ആയിട്ട് ഇപ്പൊ തന്നെ അവർ അണിയാണ്, അങ്ങനെ ആ രീതിയിൽ തന്നെ പോകും. അവിടെ തകർക്കാനായിട്ട് BJP ഇപ്പോൾ ശ്രമിക്കുമെന്ന് എനിക്ക് യാതൊരു തോന്നുന്നില്ല. കാരണം അടുത്ത വർഷം നിർണായകമായ രാഷ്ട്രപതി ഇലക്ഷൻ വരാനിരിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് യാതൊരു തകർച്ചയിലേക്കോ തളർച്ചയിലേക്കോ ഒന്നും നടത്താൻ സാധ്യതയില്ല. അപ്പോൾ ഈ രീതിയിൽ പോകും. ശശികല, പനീർശെൽവം അങ്ങനെ പോവുകയും തമ്പുതിരയും തൽക്കാലം പാർട്ടിയോടൊപ്പം തന്നെ ഇവരോടൊപ്പം തന്നെ നിൽക്കാനാണ് സാധ്യത. അതാണ് ശ്രീ ഉണ്ണിച്ചെറിയാൻ, എനിക്കിപ്പോഴും ശശികല എന്ന ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി അതിനെയൊക്കെ മതിച്ചു കൊണ്ടുപോകാനായി തക്ക പ്രാപ്തിയാണെന്ന് എനിക്കിപ്പോഴും ബോധ്യമാകുന്നില്ല. അവിടെയാണ് BJPയുടെ ലോജിക്ക് ഒരു പക്ഷേ അപ്ലൈ ചെയ്യാനാവുക. മറിച്ച് മറ്റൊരു വശം കൂടിയുണ്ട്. ശശികലയെപ്പോലെ ഒരു വലിയ ശക്തി അവിടെ വരുമ്പോൾ, അങ്ങനെ വരാൻ പോകുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ പല എതിർപ്പ്, ഈ തമ്പിദുരൈ ഒക്കെ ഉണ്ട്. ജയലളിത വളരെ ബുദ്ധിമതിയാണ്. ജയലളിത ഒരിക്കലും ശശികലയല്ല അനന്തരാവകാശിയായി പ്രഖ്യാപിച്ചത്. താൻ എല്ലാ ഘട്ടത്തിലും മാറി നിൽക്കുന്ന ഘട്ടത്തിലൊക്കെയും അവർ പനീർശെൽവത്തെയാണ് കൊണ്ടുവന്നത്. പനീർശെൽവമാവട്ടെ ശശികലയുമായി വളരെ ബന്ധവും ഉണ്ടായിരുന്ന ആളാണ് ഈ ഘട്ടം വരെയും. അല്ല, പനീർശെൽവത്തെ ഈ പറഞ്ഞ സജീവ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് ജയലളിതയുടെ പ്രിയപ്പെട്ട ആളാക്കുന്നതിനകത്ത് തന്നെ ശശികലയ്ക്ക് ഒരു പ്രധാനപ്പെട്ട റോളുണ്ട്. അപ്പോൾ അവർ തമ്മിൽ നിലവിലൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ പോകുന്നത് പോലെ ഇപ്പോൾ തമ്പിദുരൈക്ക് തർക്കങ്ങളില്ല, പനീർശെൽവം സ്വസ്ഥമായിട്ട് മുഖ്യമന്ത്രിയായിരിക്കുന്നു, ശശികല ജനറൽ സെക്രട്ടറി ആയിരുന്നു, പാർട്ടി ഭരിക്കുന്നു, അല്ലെങ്കിൽ സർക്കാരിനെ നിയന്ത്രിക്കുന്നു. ഇങ്ങനെ എല്ലാ തരത്തിലും കംഫർട്ടബിളായിട്ട് പോകുന്ന ഒരു രാഷ്ട്രീയമാണ് നമുക്ക് മുമ്പിൽ എളുപ്പത്തിൽ കാണാവുന്നത്. പക്ഷെ അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, BJP എന്ന രാഷ്ട്രീയ പാർട്ടി അതിനെ അങ്ങനെ വിടാൻ തയ്യാറാവുമോ? അങ്ങനെ വിടാൻ തയ്യാറാവുന്ന അവരുടെ രാഷ്ട്രീയമാണോ? സ്വാഭാവികമായിട്ട് അവർക്ക് തമിഴ്നാട്ടിൽ താല്പര്യങ്ങളുണ്ട്. ഇതിലാരെങ്കിലും ഇല്ലാതെ, DMKയോ ADMKയോ ഇല്ലാതെ അവരുടെ താല്പര്യങ്ങൾ അവിടെ നടപ്പാവില്ല. DMK ഇപ്പോൾ എളുപ്പമല്ല, അവരുടെ ഒരു സ്വാഭാവിക അല്ല DMK. അങ്ങനെ വരും. അത് മാത്രമല്ല, ഈ പറഞ്ഞ UPA സർക്കാരിൻ്റെ കാലത്തുള്ള അഴിമതി ആരോപണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവന്ന മുദ്രാവാക്യങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ADMK BJP നോട്ടമിടുമ്പോൾ ആണ് ഇതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ ADMK അങ്ങ് സഖ്യകക്ഷി ആവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അവരതിന് തയ്യാറായില്ലെങ്കിൽ അപ്പോഴാണ് ആ പാർട്ടിയിൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. തീർച്ചയായും ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ജയലളിതയ്ക്ക് ശേഷം എന്തൊക്കെ തരത്തിലാണ് അതിൻ്റെ ഉൾപ്പിരിവുകൾ രൂപപ്പെടുന്നത് എന്നത് കൂടിയാണ് നമ്മൾ നിരീക്ഷകരുടെ സഹായത്താൽ ചർച്ച നടത്തിയത്.